ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് സാമ്പാർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പരിപ്പ്, ഇതൊരു 150 ഗ്രാം പരിപ്പാണ് കേട്ടോ. ഇത് ഞങ്ങൾ കഴുകിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി കൂടുതൽ തോന്നുന്നത്. 150 ഗ്രാം പരിപ്പാണ്. പിന്നെ ക്യാരറ്റ്, കൊത്തമര, പടവലങ്ങ, വെണ്ടയ്ക്ക, ചുമന്നുള്ളി, വഴുതനങ്ങ, തക്കാളി, മുരിങ്ങക്ക, പച്ചമുളക്, പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുമ്പളങ്ങ, വെളുത്തുള്ളി, ശർക്കര, കടുക് വറുക്കാൻ ആവശ്യമായ ഉണക്കമുളക്, കടുക്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. പിന്നെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായ സാമ്പാർ പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാറാണ് പതിവ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലി, ഒരു 6 ഉണക്കമുളക്, ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, ഒരു 3/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ അരി. അത് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും, വേപ്പില, പിന്നെ ഒരു ചെറിയ പീസ് കായം ഞാനിതിവിടെ വെളിച്ചെണ്ണയിൽ വറുത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ഈ മുളക് ഒന്നിട്ട് വറുത്തിട്ട് അതിനങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. മല്ലി, കുരുമുളക്, ഇതങ്ങനെ വറുത്ത് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകിൽ നിന്ന് ഒരു 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ പച്ചക്കറികൾ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടുന്നുള്ളൂ. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം, അതായത് ഈ പരിപ്പിൻ്റെ ഒരു മുകളിൽ വന്നിട്ടുണ്ട്, അതിൽ കുറച്ചുകൂടി കൂടുതൽ വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഇതിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ടാവും. പിന്നെ ഈ 2 വിസിൽ എന്നുള്ളത് നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പരിപ്പ് സാമ്പാറിന് ചിലർക്ക് നന്നായിട്ട് വെന്തുടയണം, ചില ആളുകൾക്ക് പരിപ്പ് അധികം ഉടയണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ 2 വിസിലിന് ശേഷം നമ്മളിതാ തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് ഇതുപോലെ വെന്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുമ്പളങ്ങ, കൊത്തമര, ക്യാരറ്റ്, ടൊമാറ്റോ, വഴുതനങ്ങ, പടവലങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക് ആദ്യം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇപ്പം ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച സാമ്പാർ പൊടി, ഒരു ചെറിയ പീസ് ശർക്കര നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് പാനിയാക്കി ഒഴിക്കാത്തത്. അത് ശ്രദ്ധിക്കണം, ശർക്കരയിൽ കല്ലുണ്ടാവും, അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി, ഇതിനാവശ്യമായ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പച്ചക്കറികൾ ഇട്ടപ്പോൾ അതിൽ വെണ്ടയ്ക്ക നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വെണ്ടയ്ക്ക ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെണ്ടയ്ക്ക നമ്മളൊരു പാൻ വെച്ച് അതിൽ പാൻ ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടാണ് ഞങ്ങളിവിടെ സാമ്പാറിൽ ചേർക്കാറ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ ഒരു വിസലിന് ശേഷം പ്രഷർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കർ തുറന്നപ്പോൾ പച്ചക്കറികളൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വഴറ്റാൻ വെണ്ടയ്ക്ക ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം.
അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ട് വേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കറി ഓഫ് ചെയ്തു. നമ്മൾ കടുക് വറുത്തത് അതും ഓഫ് ചെയ്തു. ഇതാ അത് ഈ കറിയിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഒരൽപ്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ സാമ്പാർ കഴിക്കാൻ വേണ്ടി എടുക്കാൻ വരുമ്പോഴേക്ക് ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം.